വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തിലും PM ശ്രീ പദ്ധതിയിലും മുൻ LDF സർക്കാരിനെതിരെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവാദ ഫയലുകൾ അതിവേഗം നീങ്ങിയത് LDF സർക്കാരിന്റെ കാലത്താണെന്നും മദ്യനയത്തിൽ എന്ത് വേണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. EMCയും ബഹുദൂരം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങൾ മുമ്പിലെത്തിയത്. ഒരു മാസമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പെരടിക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. കാരണം PM ശ്രീയിൽ കൊണ്ടുപോയി കുടുക്കി വെച്ചു. അപ്പോൾ അവിടെ നിയമസഭയിൽ തന്നെ അടിയന്തര പ്രമേയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങൾ പണം വാങ്ങിയതെന്നാണ് പറഞ്ഞത്. ഒരേ വിശദീകരണം. അപ്പോൾ അവർ ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിൽ എത്തിയപ്പോൾ അതുവരെ പറഞ്ഞതൊക്കെ ഒറ്റ പറച്ചിൽ നിന്ന് അവസാനിച്ചില്ലേ. ഫണ്ട് കിട്ടൂല എന്നായപ്പോൾ ഞങ്ങൾ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞു. ഫണ്ട് വാങ്ങി ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാനാണ് ഞങ്ങൾ കമ്മിറ്റിയെ വെച്ചത്. ഇതിലൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഓരോ വിഷയങ്ങളും അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് വിവാദമാക്കുക എന്നല്ലാതെ ഇതെല്ലാം അവർ ചെയ്തു വെച്ചതാണ്. ഇനി അതിൽ നിന്ന് തല ഊരണമെങ്കിൽ തന്നെ പരിക്കില്ലാതെ തല ഊരണമെങ്കിൽ തന്നെ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. ഞങ്ങളത് എത്ര പ്രാവശ്യം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ തുടർച്ചയാണിത്. നികുതിയുമായി ബന്ധപ്പെട്ട ഫയൽ ബഹുദൂരം സഞ്ചരിച്ചാണ് ഞങ്ങളുടെ മുൻപിലെത്തിയത്. PM ശ്രീയിലും സംഭവിച്ചത് സമാന കാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഫണ്ട് കിട്ടില്ലെന്ന ഘട്ടത്തിലാണ് ഒപ്പുവെച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതിൽ നിന്നും തല ഊരണമെങ്കിൽ എന്ത് ചെയ്യാനാകുമെന്നാണ് UDF നോക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.